ഹലോ ആൻഡ് വെൽക്കം ടു നൈറ്റ് ഓഫ് ടോക്കീസ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഡോക്ടർ ശ്രുതിയാണ്. വെൽക്കം ടു നൈറ്റ് ഓഫ് ടോക്കീസ്. ഐഡ് ലൈക്ക് യു ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ബിക്കോസ് യു ഹാവ് എ ബിഗ് പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ബിഗിനെക്കാട്ടിലും ഐ തിങ്ക് ഇറ്റ്സ് വെരി കൺഫ്യൂസിങ് പോർട്ട്ഫോളിയോ ബിക്കോസ് ഈ പറഞ്ഞ കൂട്ട് പല സാധനങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന പ്രാന്ത് വളരെ കുറച്ച്. സോ ഇഫ് ഐ ഹാഡ് ടു ഗിവ് മൈ പോർട്ട്ഫോളിയോ, ഐ ആം എ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഐ ആം into wellness. I'm a wellness physician, and we primarily deal with skin and wellness and other. That is one side. I'm also a podcast show host. Okay. And I'm a content creator. തൽക്കാലം അവിടെ വെച്ച് നിർത്താം. ഭയങ്കര വലിയ ഇതാണ്. So let's take it one by one. Right. Before that, let's go into what brought you to this field. Okay. എങ്ങനെയാണ് ബേസിക്കലി എല്ലാം ഒരു സ്കിൻ ആൻഡ് റിലേറ്റഡ് മേബി റൈറ്റ്? I think my primary interest അല്ലെങ്കിൽ പാഷൻ വാസ് ഓൾവേസ് മേക്കപ്പ്. ഓക്കെ. മേക്കപ്പിലോട്ടുള്ള ഇൻട്രസ്റ്റിൽ നിന്നാണ് പിന്നെ സ്കിൻ ആൻഡ് വെൽനെസ്സിലോട്ടുള്ള ഒരു ഡീവിയേഷൻ വന്നത്. അതുവരെയ്ക്കും ഐ ഡിഡ്ന്റ് റിയലി പിക്ക് സൈഡ് ഓർ എനിത്തിങ്. ആൻഡ് അത് പ്യുവർലി പറയുവാണെങ്കിൽ പാഷൻ ബേസ്ഡ് ഒരു ഡിസിഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് റവന്യൂ ബേസ്ഡ് ഡിസിഷനുമാണ്. ബിക്കോസ് ഇവൻച്വലി ഞാൻ നോക്കുമ്പോൾ ദർ വാസ് ഒരു ബ്രീഫ് പീരീഡിലത്തേക്ക് ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഏതിലോട്ടാണ് എനിക്ക് എല്ലാം ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ്സ് തന്നെയാണ്. ഒരു ബ്രീഫ് പീരീഡിലത്തേക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ആ എല്ലാ ട്രയലിലും ഏറ്റവും കൂടുതൽ റവന്യൂ ഏതിലാണ്, ഏറ്റവും സ്റ്റെബിലിറ്റി ഏതിലാണ്, ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഏതാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തത്. ആൻഡ് ഇറ്റ്സ് ബീൻ ദ മോസ്റ്റ് ഗ്രാറ്റിഫൈങ് ആൻഡ് ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ഓഫ് മൈ ലൈഫ്. അതിൽ നിന്നാണ് പിന്നെ ഓക്കെ സ്കിൻ ആൻഡ് വെൽനെസ് ഒരു ന്യൂ എമർജിങ് സെക്ടറായിട്ട് വന്നു. ഐ ലുക്ക്ഡ് ഇൻ ടു ഹൗ കെൻ ഐ ഇൻവെസ്റ്റ് ഇൻ ടു ഇറ്റ്, അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കി. ഇതിൻ്റെ ഇടയ്ക്ക് പല സാധനങ്ങളും തുടങ്ങി പൊളിഞ്ഞു അടച്ചു പൂട്ടി അങ്ങനെയൊക്കെ കുറേ ട്രയൽ ആൻഡ് എറർ ചെയ്തു. But eventually this is where I am. Okay. So makeup was a passion in school itself? No, not at all. Even college polum makeup was never a thing. Okay. I think makeup as a passion came out much later. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട് ഹൂ വർ ഓൾവേസ് വെരി ഡെക്ഡ് അപ്പ് ഹെഡ് ടു ടോ. അപ്പം അവർ ഭയങ്കര വലിയ ഇൻഫ്ലുവൻസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ വൺസ് ഐ മൂവ്ഡ് ബാക്ക് ടു ട്രിവാൻഡ്രം സിറ്റി ഞാൻ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിലൊക്കെ ഭയങ്കര റെസിസ്റ്റൻസ് ആയിരുന്നു. കാരണം മെഡിക്കൽ സെക്ടറിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴോ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരു രീതിയിൽ ഉണ്ടാവണം എന്നുള്ളതുണ്ട്. അതിലൊരിക്കലും ഒരു ഓവേർട്ട്ലി ഡ്രസ്ഡ് അപ്പ് അല്ലെങ്കിൽ ഒരു ഡൺ അപ്പ് ഡോക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല. സോ അത് കാരണം തന്നെ ആയിരിക്കാം തുടക്കത്തിൽ ഞാൻ തന്നെ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങുമ്പോഴേക്കും ഫാമിലിയുടെ സൈഡിൽ നിന്നും റിലേറ്റീവ്സിന്റെ സൈഡിൽ നിന്നും ഒക്കെ കുറെ പുച്ഛം റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇവൻച്വലി വൺസ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് വെൽ ഇൻ ഇറ്റ് ആ ഒരു പുച്ഛം പെർസ്പെക്റ്റീവ് ഒക്കെ മാറി. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഓ ഇൻസ്പയറിങ് എക്സെട്ര എക്സെട്ര ഒക്കെ ആയി. ആൻഡ് വൺസ് ഐ ഗോട്ട് ഇൻ ടു ദാറ്റ് ആൻഡ് ഐ ഓൾവേസ് ബീൻ എ ലിറ്റിൽ റിബെല്യസ് ഇൻ ദാറ്റ്. എനിക്കൊരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ ഓൾവേസ് ലുക്ക് അറ്റ് ഒരിക്കലും വേറെ ആരെയും ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചല്ല ഞാനത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ റെസിസ്റ്റൻസിനെയും ഞാൻ പക്ഷേ ഭയങ്കര റിബെല്യസ് ആയിട്ടും വഴക്കിട്ടൊന്നുമല്ല ഞാൻ ഹാൻഡിൽ ചെയ്തത്. മൈ റിബെല്യൻ ഹാസ് ഓൾവേസ് ബീൻ വെരി ക്വയറ്റ്, ബട്ട് ഇറ്റ് ഹാസ് ഇവൻച്വലി വർക്ക്ഡ് ഔട്ട്. So you did a dermatology specialty? I did a fellowship in aesthetic medicine and clinical dermatology. Okay. It's not really a different കാര്യമല്ല അല്ലേ? It's ഒരു related. Yeah, it's very parallel ആണ്. And aesthetics എന്ന് പറയുന്നത് ഒരു വെൽനെസ് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു വെൽനെസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ അതിൽ വി വിൽ നെവർ എൻക്രോച്ച് അപ്പോൺ ദ ടെറിട്ടറി ഓഫ് എ ഡെർമറ്റോളജിസ്റ്റ്. ഡെർമറ്റോളജി എന്ന് പറയുന്നത് ഒരു 3 year പോസ്റ്റ് ഗ്രാജുവേഷൻ MD കോഴ്സ് ആണ്. അപ്പം ആ അത്രയും ലെവൽ ഓഫ് എക്സ്പെർട്ടീസ് നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മളുടെ സെക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി വി ഹെൽപ്പ് പീപ്പിൾ ടു ക്ലീൻ ഔട്ട് എ ലോട്ട് ഓഫ് അതർ തിങ്സ്. ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കേണ്ട ചേഞ്ചസ്, ഡയറ്റിൽ ഉണ്ടാക്കേണ്ട ചേഞ്ചസ്, അങ്ങനെ നമ്മൾ സ്കിന്നിനെയും നമ്മളുടെ ഏജിങ്ങിനെയും എങ്ങനെ ഏറ്റവും നന്നായിട്ട് അപ്രോച്ച് ചെയ്യാം, ഏറ്റവും നന്നായിട്ട് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാം, അങ്ങനത്തെ ഒരു സെക്ടറാണ്. സോ ഇറ്റ് ഈസ് ബേസിക്കലി മോർ ഇൻ ടു ദ എന്താ പറയുക ഒരു ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഓഗ്മെന്റേഷൻ സെക്ടറാണ്. Okay. Why did you choose that? അപ്പോഴേ ഒരു എന്താ you had a clear vision about? Absolutely not. See, I always went with market trends. അത് ഞാൻ നന്നായിട്ട് സ്റ്റഡി ചെയ്തു, കുറച്ച് സീനിയേഴ്സ് എന്നെ നന്നായിട്ട് ഗൈഡ് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു സെക്ടറാണ്. അപ്പോൾ ആ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഐ വെന്റ് ഇൻ ടു ദാറ്റ് സെക്ടർ. ആൻഡ് ഓഫ് കോഴ്സ് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ദെൻ
മെഷീൻസിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ദർ ആർ സിസ്റ്റംസ് ഇൻ പ്ലേസ്, പ്രോസസ് ഇൻ പ്ലേസ്. അപ്പോൾ നമുക്കത് മാനേജ് ചെയ്യാനും കുറച്ച് എളുപ്പമാണ്. സോ ഇറ്റ് വാസ് എ വെരി വെരി ലോജിക്കലി കാൽക്കുലേറ്റഡ് റിസ്ക് ദാറ്റ് ഐ ടുക്ക്. What was your first job? I was working as a medical officer in ആദ്യം ഞാൻ ജൂബിലിയിലായിരുന്നു, and then I was with Cosmopolitan Hospitals for a very long time. അവിടുന്ന് then during COVID I took a break. I had my child, and my baby is a differently able baby. I have a 6-year-old baby. He has something called as West syndrome, which is basically he is globally developmental delay ഉള്ള ഒരു കുട്ടിയാണ്. He is non-verbal, and he is more than 80% disabled or differently able, I would say. അപ്പോൾ അങ്ങനെ because of the challenges of having a child who's that different, I had to make a decision to step away from the mainstream sector. I had to step away from working at another firm where I may not have freedom over my time. അങ്ങനെ എടുത്തൊരു ഡിസിഷനും കൂടിയാണ്. ട്രിവാൻഡ്രത്ത് വാസ് ഇറ്റ് എ സ്കോപ്പ് ഫോർ ദിസ്? ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് അത്ര ആൾക്കാർ വെൽനെസ്സിൽ ആ സമയത്ത് ഐ ഡോണ്ട് വാസ് ദർ പീപ്പിൾ ഇൻവെസ്റ്റഡ് ഇൻ വെൽനെസ്? ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷേ there is a conflict situation between the dermatology sector and the wellness sector. കാരണം എപ്പോഴും അവർക്ക് തോന്നുന്നത് നമ്മൾ അവരുടെ സെക്ടറിലോട്ട് എൻക്രോച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് ഇപ്പോഴും ഒരു അൺറിസോൾവ്ഡ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. ബട്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, if you look at a city like Cochin, which obviously has more exposure to these kind of things, കുറച്ചും കൂടെ ഫാസ്റ്റ് പേസിൽ മൂവ് ചെയ്യുന്ന ഒരു സിറ്റിയാണ്. അവിടെ ഉള്ളിടത്തോളം ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നില്ല. ആൻഡ് യെസ്, ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ കോണ്ടന്റ് ക്രിയേഷനിൽ എത്ര പേര് മുന്നോട്ട് വന്നു എന്നുള്ളതാണ് എ ഹ്യൂജ് പാർട്ട് ഓഫ് എനി ബിസിനസ് സക്സസ് ദീസ് ഡേയ്സ്. കാരണം നമ്മളിപ്പോൾ ഏത് സെക്ടർ എടുത്തോട്ടെ, അതിപ്പം ഫുഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനെസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റീറ്റെയിൽ ആയിക്കോട്ടെ, അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി കോണ്ടന്റ് ക്രിയേഷനിലും അത്രയും ഈക്വലി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ ഫേംസ് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് അതാണ്. അവർക്ക് കാണുമ്പോൾ വിഷ്വലി പ്ലീസിങ് ആയിരിക്കണം, വിഷ്വലി അവർക്ക് ഒരു അപ്രോച്ചബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് കൺവിൻസിങ് ആയിരിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് മാത്രമേ ആൾക്കാർക്ക് പോകാനും ഇരിക്കാനും ഒരാളെ കാണാനും അയാൾ പറയുന്ന അഡ്വൈസസ് കേൾക്കാനും ഉള്ള ഒരു മനസ്ഥിതി ആൾക്കാർക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ മേ ബി ദാറ്റ് ഇസ് വെയർ ഐ was different. Maybe that is where I was able to. I've worked in media for a very long time, so I've loved the idea of content creation. But that has helped me a lot in this. Alade if I had just gone by traditional route of just opening something and then sitting there and then word of mouth varate ennu parnju njan angane irikkuvairunengil, I may not have reached where I am today. But was there a conflict when you're working in a hospital? What kind of people to send to you versus a dermatologist? Angane oru conflict, I mean, was it mentally taxing for you working in a hospital? Not at all, because see, working in a hospital nu parayumbodekkum also I think oru good amount of nammalde acquaintances um nammalde referral pool um ee hospitals ninnu thanneyana generate aavunnathu. In fact, a lot of doctors from there also refer people to me. We have certain missions that they may not have. So in a procedure aanu vendada allengi inna karyamanu cheyendadu ennundengil they do refer patients to me, and the other vice versa also. If it is beyond the scope of what we practice, we definitely refer them to the dermatologist in the hospitals where we have practiced, because നമുക്ക് അവരെ personally അറിയാം, അവർ വളരെ നന്നായിട്ടാണ് പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ that system will always be there. അതൊരു ട്രഡീഷണൽ സിസ്റ്റമാണ്, that referral between doctors. That will never stop. കോവിഡ് കഴിഞ്ഞപ്പം were you conflicted about going back to a... See, I started something just before COVID. Okay, ഇൻഫാക്ട് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഒരു സലോണാണ്. എൻ്റെ ഈ മേക്കപ്പ് സെക്ടറിൻ്റെ കൂടെ എന്ത് കൊണ്ടുപോകാം, ഐ വാണ്ടഡ് എ ബ്രിക്ക് ആൻഡ് മോട്ടർ സ്റ്റോർ. അപ്പോൾ ആദ്യം ഞാനൊരു സലോണാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ February 14th ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തത്. March 22nd ആയപ്പോഴേക്കും ലോക്ക്ഡൗൺ ആയി. സോ ഐ ആം വൺ ഓഫ് ദോസ് പീപ്പിൾ ഹു സ്റ്റാർട്ടഡ് സംതിങ് വിത്ത് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് പാഷൻ. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു സാധനം തുടങ്ങിയിട്ട് ഹാർഡ്ലി 1 month ആകുന്നതിന് മുന്നേ തന്നെ ഐ ടുക്ക് ദ ബ്രണ്ട് ഓഫ് ഇറ്റ്. And unfortunately February 14th ഞാൻ ഓപ്പൺ ചെയ്യുന്നു, February 13th my son has his first seizure. So I basically was sitting in Sri Chitra hospital's ICU നാത്ത് ഇരുന്ന് എൻ്റെ മോൻ്റെ കൂടെ ഇരുന്ന് വീഡിയോ കോളിൽ കൂടെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫേമിൻ്റെ ഓപ്പണിംഗ് കാണുന്നത്. So it was a very taxing time for me, and mentally I was not in a good place. It was ഒരു എന്താ ലൈഫ് ഓൾട്ടറിങ് ഡയഗ്നോസിസ് കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള ഒരു മെൻ്റൽ സ്പേസിലായിരുന്നു ഞാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ തിങ്ക് ഒരു സിസ്റ്റത്തിലൂടെ എങ്ങനെയൊക്കെയോ ഞാൻ അത് കടന്നു വന്നെങ്കിലും ഫോർ ദ മെജോറിറ്റി ഓഫ് ദാറ്റ് ഇയർ വി വർ ക്ലോസ് ഡൗൺ. ആൻഡ് ആ ഒരു ഫിനാൻഷ്യൽ ഒരു ഡിപ്പും ആ ഒരു പുതിയ സാധനം ഓപ്പൺ ചെയ്തു എന്നിട്ടത്
ഉദ്ദേശിച്ച രീതിയിൽ പോകാൻ പറ്റുന്നില്ല. ഐ മേഡ് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ് വിത്ത് ദാറ്റ് ബിസിനസ്. അപ്പോൾ ദ ഡിസിഷൻ ഓഫ് സ്റ്റാർട്ടിങ് സംതിങ് ഓൺ മൈ ഓൺ, ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾവേസ് ദെയർ ഇൻ മൈ ഹെഡ്. വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സംടൈംസ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ഫാക്ടേഴ്സ് വിൽ ഓൾസോ കം ഇൻ ടു പ്ലേ. കോവിഡ് വാസ് വൺ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദാറ്റ്. പക്ഷേ ഐ ഓൾസോ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് എന്ത് തന്നെയാണെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റ്ലി ഒരു സൊല്യൂഷനും ഉണ്ട്. നമ്മളുടെ മൈൻഡ് ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ആ സൊല്യൂഷനിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ആൻഡ് യു ഹാവ് ടു ബി ഓപ്പൺ ടു ടോക്കിംഗ് ടു പീപ്പിൾ ഹൂ ഹാവ് ഡൺ ദിസ് ബിഫോർ യു. നേരത്തെ നമ്മൾക്ക് മുന്നേ ഇതുപോലത്തെ സംരംഭങ്ങൾ തുടങ്ങി അതിനെ ക്രൈസിസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ വളരെ സൗണ്ടായിട്ടുള്ള കുറച്ച് അഡ്വൈസസ് തരും. ആ അഡ്വൈസസ് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കേൾക്കാനും അത് ഏതാണ് സ്വീകരിക്കേണ്ടത് ഏതാണ് നിരസ്കരിക്കേണ്ടത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് എനി ക്രൈസിസ് ക്യാൻ ബി സോൾവ്. അപ്പോൾ എൻ്റെ ഒരു ബിഗ് ക്രൈസിസ് വാസ് ദിസ്. ഞാൻ തുടങ്ങിയപ്പോൾ ഐ കുഡൻറ്റ് പുട്ട് ഇൻ, ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന അത്രയും കണ്ടന്റ് ഞാൻ എൻ്റെ സലൂണിന് വേണ്ടി ചെയ്തില്ല. ബിക്കോസ് മൈൻഡ് ഇസ് കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റിംഗ് ബിറ്റ്വീൻ ഇസ് മൈ ചൈൽഡ് ഓക്കെ, അയ്യോ ബുക്കിംഗ്സ് എല്ലാം പോയി, വിൽ വി ബി ഏബിൾ ടു ഹാൻഡിൽ ദിസ്, സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ടോ, റെൻറ്റ് ടൈംലി കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ലൈക്ക് നമ്മുടെ ലോണിൻ്റെ EMI പേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ മൈൻഡിന് ഒരുപാട് ക്ലാരിറ്റി കിട്ടത്തില്ല. സോ അത് വെച്ച് നോക്കുമ്പോൾ നൗ ഐ എം ഇൻ എ മച്ച് ബെറ്റർ സ്പേസ്. ദർ ഇസ് അക്സെപ്റ്റൻസ് റിഗാർഡിംഗ് മൈ ചൈൽഡ്സ് ഡയഗ്നോസിസ്. ഐ നോ ദറ്റ് ഹീസ് ടേക്കൻ കെയർ ഓഫ്. ഐ നോ ദറ്റ് ഞാൻ വർക്ക് ചെയ്ത് ഞാൻ ആ ഒരു റവന്യൂ ഉണ്ടാക്കിയാലാണ് എനിക്ക് അതിൻ്റെ കുഞ്ഞിനെ ബെസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. അങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞപ്പോൾ നൗ ഐ എം ഓപ്പൺലി ടോക്കിംഗ് അബൌട്ട് ഇറ്റ് ഓൾസോ. ആ സമയത്തൊക്കെ ഐ കുഡൻറ്റ് ടോക്ക് അബൌട്ട് മൈ സൺസ് ഡയഗ്നോസിസ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തി കഴിയുമ്പോഴേക്കും ദെൻ okay, your business or your something that you started is also like your child. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം, അതിന് ഓക്കെ യു സ്റ്റാർട്ട് നോട്ടിസിങ് പാറ്റേൺസ് ഓവർ ദ ഇയർ. ഒരു വർഷത്തിൽ ഏതൊക്കെയാണ് ഗുഡ് സീസൺസ്, ഏതൊക്കെയാണ് ഡ്രോപ്പ് സീസൺസ് വരുന്നത്, അപ്പോൾ ഡ്രോപ്പ് സീസൺസിനെ മാനേജ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, അങ്ങനത്തെ സ്ട്രാറ്റജീസിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. യു സ്റ്റാർട്ട് ട്രസ്റ്റിംഗ് യുവർ ടീം, യു സ്റ്റാർട്ട് ഹയറിങ് വെൽ. അപ്പോൾ ടീം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ടീമിനെ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും. അവർ പറയുന്ന കുറച്ച് എന്താ പറയുന്നത്, അവരും കുറച്ച് സ്ട്രാറ്റജി ഗുഡ് ഐഡിയാസ് തരും. അപ്പോൾ അത് കേട്ട് അതെല്ലാം കൂടെ ഒരുമിച്ചാക്കി ആൻഡ് ദെൻ സിസ്റ്റംസ് ഫോൾ ഇൻ ടു പ്ലേസ്. അത് കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ വിചാരിക്കാത്ത രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് മുന്നോട്ട് പോകും. ആൻഡ് ആ ഒരു സ്റ്റേജ് എത്തിക്കുക എന്നുള്ളതായിരിക്കണം എന്ത് തുടങ്ങിയാലും യുവർ പ്രൈമറി ഇന്റൻഷൻ. When I'm speaking to you, ഭയങ്കര you have very clear about what you're doing. Absolutely. And you know, but I'm sure it wasn't like that in the beginning. Absolutely right? not. What was that journey? From a point of confusion to reaching this kind of clarity. I'm sure it was a struggle. പക്ഷേ എങ്ങനെയാണ്, how did it, in spite of having your son's diagnosis to deal with and a failed business at that point, how did you know, manage your mental wellness to reach this point of, you know, I think some of us are just built resilient as hell. Like എന്ത് ഇനി തല പോകുന്ന കേസ് വന്നാലും I will not back down എന്ന് പറയുന്നത്. Some of us are just built that way. Having said that, I think I have always found my solace in work. എൻ്റെ മോൻ ഡയഗ്നോസ് ആയി ആ ഫസ്റ്റ് ICU അഡ്മിഷനിൽ ഇരിക്കുന്ന സമയത്ത് I had committed to somebody for makeup. I was able to make my family sit with my son, come out of the ICU for 3 hours, do the work that I had committed to, and then go back. അപ്പോൾ അങ്ങനത്തെ ഒരു തരം റെസിലിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. മേ ബി ഇറ്റ് ഇസ് എ ഗുഡ് തിങ്, മേ ബി ഇറ്റ് ഇസ് എ ബാഡ് തിങ്, ബട്ട് ഇറ്റ് ഇസ് എ സർവൈവൽ സ്കിൽ. That is one thing. Second thing is, see, emotionally and mental health wise we go through major ups and downs. But the skill is in not letting the world know about your downs. കാരണം നമ്മളുടെ വൾണറബിലിറ്റി നമ്മൾ ഷോക്കേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം ഉണ്ടാകത്തുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ വൾണറബിൾ സിറ്റുവേഷനിൽ there will be a lot of people who will question your efficiency. Oh, she's going through a tough time. I don't think she'll be able to handle this. അങ്ങനെ പറയുന്ന ആൾക്കാരും കാണും. അപ്പോൾ when you are a service provider, നമ്മൾ ഈ പറയുന്ന കൂട്ട് നമുക്കൊരു എമർജൻസി ഉണ്ടായാൽ അതൊരു എമർജൻസി എന്ന് പറഞ്ഞ് അങ്ങ് വിടണം. അല്ലാതെ ആ എമർജൻസിനെ കൂടുതൽ ഡിസെക്ട് ചെയ്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളുടെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഹൂ ആർ പീപ്പിൾ ദാറ്റ് യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ, അവർക്ക് ഡെഫിനറ്റ്ലി
ബിക്കോസ് അവർ അത് കേൾക്കുന്നതും വേറൊരു പെർസ്പെക്റ്റീവിലാണ്, നമ്മളുടെ കയ്യിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, നമ്മൾക്ക് ശരിക്കും ഒരു ഒരു റിലീഫ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കേൾക്കുന്നവരുണ്ട്. പിന്നെ another thing that I have always, may be a good thing, may not be a good thing, I don't usually talk about my troubles much. Okay. When I'm troubled, I like to be by myself. I like to just sit in my solitude and work through it. I have tried therapy, but I haven't completed therapy, unfortunately. Reason being, on the time constraints verum. Second, I joke about this to my friends also. I say, "Engane njan nannai poyalum." But yes, therapy is also something that helps. Maybe I'm one of those high functioning people. എനിക്ക് ഈ പറയുന്നോട്ട് എൻ്റെ ഏറ്റവും ഒരു ഡാർക്കസ്റ്റ് മൊമെന്റിലും എന്തിലെങ്കിലും ഞാൻ എൻഗേജ്ഡ് ആണെങ്കിൽ I come out of it faster, as opposed to not having anything to do. എനിക്ക് ഏറ്റവും എൻ്റെ peak season where I'm working from end to end, that is where I'm most satisfied. And of course, one of the biggest things is that I have very supportive family. My family are people who are full hands-on in taking care of my son. So I get the break to do the things that I do. And at the same time, kore systems in place. As women, നമ്മൾ എന്ത് തന്നെ ചെയ്താലും ദർ വിൽ ഓൾവേസ് ബി എ ലോട്ട് ഓഫ് പോയിന്റ്സ്. കാരണം നമ്മളുടെ കയ്യിൽ നിന്നുള്ള വിമൻ്റെ അടുത്തു നിന്ന് സൊസൈറ്റിക്കുള്ള എക്സ്പെക്ടേഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ദേ വോണ്ട് us ടു ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി, ദേ വോണ്ട് us ടു ബി ടേക്കിംഗ് കെയർ ഓഫ് അവർ സൺ ഓർ അവർ ചിൽഡ്രൻ. പിന്നെ നമ്മളുടെ സ്പൗസസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഓൾസോ പെർഫോം അറ്റ് വർക്ക്. അപ്പോൾ ഇത്രയും എക്സ്പെക്ടേഷൻസ് നമ്മളുടെ പുറത്തിരിക്കുമ്പോൾ ഐ തിങ്ക് വൺ ഓഫ് ദ സ്മാർട്ടസ്റ്റ് തിങ് വി ക്യാൻ ഡു ഇസ് നമ്മളുടെ ജോലിയിൽ സിസ്റ്റം സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ഡൊമസ്റ്റിക് സിറ്റുവേഷനിലും കുറച്ച് സിസ്റ്റംസ് പ്ലേസ് ചെയ്യാൻ പറ്റണം. വേർ യുവർ ആബ്സെൻസ് ഇസ് എ പാർട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം. ഓർ നമുക്കിപ്പോൾ ഏർലി മോർണിംഗ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ ചിലപ്പോൾ 2 മണിക്ക് എണീറ്റ് ജോലിക്ക് പോകും, 3 മണിക്ക് എണീറ്റ് ജോലിക്ക് പോകും. ആ സിസ്റ്റവുമായിട്ട് അവരെ കംഫർട്ടബിൾ ആക്കണം. അവരെ അൺകംഫർട്ടബിൾ ആക്കി കഴിഞ്ഞാൽ ദെൻ വി വിൽ നോട്ട് ബി ഏബിൾ ടു പ്രൊസീഡ് ദിസ്. ആൻഡ് നമ്മളുടെ മൈൻഡ് സെറ്റിൽ ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഒരിക്കലും വരരുത്. യു ആർ വർക്കിംഗ്, യു ഹാവ് എൻ എൻഡ് പോയിന്റ് ഇൻ മൈൻഡ്, യു ഹാവ് ഒരു ഔട്ട്കം മനസ്സിലുണ്ട്. ആ ഔട്ട്കമ്മിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഷുവർ ബാക്കി എല്ലാം കൺഡ്യൂസീവായിട്ട് വരും. പക്ഷെ ഡൊമസ്റ്റിക് സിസ്റ്റംസ് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റിയോടുകൂടിയും വേറെ ഒരു വറീസും ഇല്ലാതെ ഫുള്ളി പ്രസന്റ് ആയിട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇസ് what is going to be the most intelligent thing you do. So അത് smartly handle ചെയ്യുക. To all women out there, that's what I say. Domestic ഇത് handle ചെയ്യാൻ your family also has to be receptive to it, right? So you had a supportive family. Yes. But who else supported you in this venture in terms of understanding the business and finding that mindset? എങ്ങനെയാണ് ഈ സിസ്റ്റംസ്? I had excellent mentors in place. I had excellent mentors. ഞാൻ ഒരു നല്ലൊരു ശതമാനം സമയം ഇറങ്ങി തിരിഞ്ഞ് നെറ്റ്വർക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നെറ്റ്വർക്കിംഗ് എന്നുള്ളതിന് 2-3 റീസൺസ് ഉണ്ട്. വൺ ഇസ് ഓഫ് കോഴ്സ് നമുക്ക് വിസിബിലിറ്റി കിട്ടും. നമ്മളുടെ ഒരു ബ്രാൻഡിനോ നമ്മളുടെ ആ ഒരു ആസ് എ പേഴ്സൺ പീപ്പിൾ ഷുഡ് നോ യു. എന്നാൽ മാത്രമേ നമ്മൾ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാകത്തുള്ളൂ. സോ ദാറ്റ് ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ് ഇസ് നമ്മൾ ഈ നെറ്റ്വർക്ക് ചെയ്യുന്ന വഴി വളരെ ബ്യൂട്ടിഫുൾ മെൻറ്റേഴ്സിനെ കിട്ടും. ചില മനുഷ്യരെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴേക്കും എന്താവണം ലൈഫിൽ എന്നുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. എന്നാൽ ചിലരെ കാണുമ്പോൾ എന്താവരുത് എന്നുള്ളൊരു വിസ്റ്റവും കിട്ടും. സോ അതുകൊണ്ട് മനുഷ്യരെ മീറ്റ് ചെയ്യാതെ ബിസിനസ് റൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ദെയർ, യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ദെയർ ഇൻ പബ്ലിക്, യു ഹാവ് ടു സ്ട്രോങ്ലി ആൻഡ് വോക്കലി ബി ഔട്ട് ദെയർ. സോ ദാറ്റ് നെറ്റ്വർക്കിംഗ് ഹാസ് റിയലി ഹെൽപ്ഡ് മീ. ആൻഡ് very sound financial advices have come. Very sound financial help എന്ന് പറയുന്നില്ല, how to handle finances. നമ്മൾക്ക് അക്കൗണ്ടിങ്, നമ്മൾ ഒരിക്കലും ബിസിനസ് എന്ന് പറയുന്ന ഒരു സെക്ടറിലോട്ട് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ എല്ലാ സെക്ഷൻസും നമുക്ക് അറിയുന്നതായിരിക്കത്തില്ല. നമ്മൾ ഓൺ ദ ഗോ പഠിക്കാനേ പറ്റത്തുള്ളൂ. അതിൽ ചില കാര്യങ്ങൾ നല്ലതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ മേ ബി റിയലി ഗുഡ് അറ്റ് ഓപ്പറേഷൻസ്, ഐ എം വെരി ബാഡ് അറ്റ് ഓർ ഐ വാസ് വെരി ബാഡ് അറ്റ് അക്കൗണ്ടിങ്. എനിക്ക് അത് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമല്ല. അപ്പം ഒരു ഹെസിറ്റേഷൻ, അയ്യോ ഇതെനിക്ക് അറിയാത്ത കാര്യമാണ്, അപ്പം അതിലോട്ട് പോയി കൈവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുളമായാലോ. It took 5-6 years for me to understand that actually അതും എനിക്ക് നാച്ചുറലി ഉള്ളൊരു സ്കില്ല് തന്നെയാണ്. ജസ്റ്റ് ബിക്കോസ് അക്കൗണ്ടിങ് എന്നുള്ളൊരു ടേം കേട്ടപ്പോഴേക്കും എനിക്കുണ്ടായ ഒരു ഹെസിറ്റേഷൻ ആണ്. അപ്പോൾ സിസ്റ്റംസ് പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച്, പിന്നെ
ഡിഫറെൻറ്റ് കാര്യങ്ങൾക്ക് ഡിഫറെൻറ്റ് മെൻറ്റേഴ്സിനെ എപ്പോഴും സീക്ക് ചെയ്താൽ നല്ലതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് ആണെങ്കിൽ ഐ ഹാവ് എ ഡിഫറെൻറ്റ് മെൻറ്റർ ഫോർ ഇറ്റ്, ഓർ ഐ ഹാവ് ഡിഫറെൻറ്റ് ഫ്രണ്ട്സ് ഹു ഐ കൻ അപ്രോച്ച് ഫോർ ഇറ്റ്. ഇഫ് ഐ ഹാവ് എ ഫിനാൻഷ്യൽ ക്രൈസിസ് ഓർ സംതിങ് ദറ്റ് ഐ എം കൺഫ്യൂസ്ഡ് അബൌട്ട്, ദെൻ ദർ ആർ അതർ ഡിഫറെൻറ്റ് പീപ്പിൾ ദർ എവർ. എല്ലാം കൂടെ നമ്മൾ ഒരാളുടെ നിന്ന് സീക്ക് ചെയ്യരുത് ഒരിക്കലും. ഐ ഡോണ്ട് തിങ്ക് ആസ് ഹ്യൂമൻസ് അങ്ങനെ ഓൾ പെർവേഡിങ് ആയിട്ടോ അല്ലെങ്കിൽ യുനോ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ്. അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നതും തെറ്റാണ്. ആൻഡ് people around you should always be able to be comfortable around you. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ശതമാനം I strongly believe is that don't keep dumping your problems on people. Some people have a natural empathy for it and keep those people very close. They are very important for your existence. At the same time എല്ലാവരോടും പോയി നമ്മുടെ പ്രശ്നങ്ങൾ ഏത് നേരവും like don't be an agony aunt at all times. എപ്പോഴും പോയി നമ്മുടെ വിഷമങ്ങളും പ്രാരാബ്ദങ്ങളും മാത്രം പറയരുത്. You have to start looking at what you have, what are the brighter side of things. More people want to listen to that part. എന്നാലേ ആൾക്കാർക്ക് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ആസ് സച്ച് ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നത്തുള്ളൂ. ദേ വോണ്ട് ടു ലിസൺ ടു, ദേ ഷുഡ് വോണ്ട് ടു ലിസൺ ടു യു അല്ലേ. അപ്പോൾ അത് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് ഡൺ. ഡിഫറെന്റ് മെന്റേഴ്സ് ഫോർ ഡിഫറെന്റ് സെക്ടർ. When it comes to business, you need to have very strong boundaries, right? How do you set your boundaries? തുടക്കത്തിലൊന്നും ബൗണ്ടറീസ് ഒന്നും ഇല്ല. തുടക്കത്തിൽ പറയുന്നോട്ട് ക്ലയൻസ് സംടൈംസ് ഇപ്പം ഐ ഹാവ് എ ലോട്ട് ഓഫ് NRI ക്ലയൻസ്. അപ്പോൾ NRI ക്ലയൻസ് അവരുടെ ടൈമിലായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അത് ചിലപ്പോൾ രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ ആയിരിക്കും. ഐ യൂസ് ടു സിറ്റ് അപ്പ് ആൻഡ് ആൻസർ ഓൾ ദീസ് കോൾസ് ടു എ പെർട്ടിക്കുലർ. ആ ബിഗിനിങ് സ്റ്റേജിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ബിക്കോസ് എവറി ക്ലയൻറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു us. നമുക്ക് ആരെയും അങ്ങ് വിട്ട് കളയാൻ പറ്റത്തില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഒരു പോയിന്റ് എത്തി വെൻ ഒരു സ്റ്റഡി ഫ്ലോ ഓഫ് ക്ലയൻസ് വന്നു തുടങ്ങി. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ട് ദെൻ once I leave from office, once I come home, I don't talk about my work. Okay. അത് എനിക്ക് തോന്നുന്നു 2020 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 2026 ആയപ്പോഴാണ് കോൺഫിഡൻസ് ഒക്കെ വന്നത്. I try as much as possible not to talk about my work. Or there's a clear cut boundary. ഓഫീസ് അവേഴ്സിൽ മാത്രമേ ക്ലയൻസുമായിട്ട് സംസാരിക്കത്തുള്ളൂ. പിന്നെ ഈവൻ എന്ത് സ്ട്രാറ്റജി പ്ലാനിങ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും I stick to that during office hours time. Yes, there's a lot of travel involved in my work. As a makeup artist, ഒത്തിരി സ്ഥലത്ത് പോകേണ്ടി വരും. പക്ഷേ ആ പോകുന്ന സമയത്തും I try to make that fun, you know, that travel. നമുക്ക് ഒത്തിരി നല്ല കോൺവെർസേഷൻസ് ഉണ്ടാവാറുണ്ട് with my co-artist, with the team that I'm traveling with. അപ്പോൾ അവിടെയൊക്കെ ഒരു ചെറിയ ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടാവണം. കാരണം ഫുൾ ടൈം നമ്മളിങ്ങനെ അപ് ടൈറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദാറ്റ് ഓൾസോ സംതിങ് കോൺഷ്യസ്ലി ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഇതാണ്. And I think one of the biggest boundary as a business owner you can find or draw is when you stop attending the calls. You shouldn't be the first person attending all the calls. You ഒരു ഫിൽറ്റർ സിസ്റ്റം വേണം. ഇവൻച്വലി മാത്രമേ അപ്പം നമ്മുടെ ടൈമിനാണ് അവിടെ വാല്യൂ കൊടുക്കുന്നത്. അതൊരിക്കലും ഒരു കോമൺ പേഴ്സൺസ് പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ അത് ജാടയായിട്ട് തോന്നാം. പക്ഷെ അങ്ങനെയല്ല. യുനോ ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് ദറ്റ് വി ആർ ഓൾസോ ഹാൻഡ്ലിങ്. നമ്മൾ പച്ചയായ മനുഷ്യരാണ്. അപ്പം നമുക്ക് ഈ ബൗണ്ടറീസ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിലോട്ടും ഫങ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെക്കാനിക്കൽ ഒരു സാധനമായിരിക്കും. അപ്പോൾ ഫിൽറ്റർ സിസ്റ്റംസ് ഫോർ കോൾസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾസ് മാത്രം അറ്റൻഡ് ചെയ്യുക. അതിനും ഒരു ടൈം ഫ്രെയിം വെക്കുക. പിന്നെ അതിനെല്ലാം പ്രാക്ടിക്കലി അത് പോസിബിൾ ആകണമെങ്കിൽ എഫിഷ്യൻറ്റ് ഹയറിങ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അതിൽ ഐ ഫീൽ ലൈക്ക് നമ്മൾ ഒരു ഇൻഎഫിഷ്യൻറ്റ് സ്റ്റാഫ് മതി നമ്മളുടെ സമാധാനം എല്ലാം പോയി കിട്ടാൻ. അതുപോലെ ഒരു എഫിഷ്യൻറ്റ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ I think that plays a huge role. So hiring very efficient. What I appreciated was when I contacted you about the podcast, you said Tuesdays I spend with my child and I'm not taking calls. I mean, as someone who appreciates the boundaries, I was very appreciative of the fact that you set the boundaries. But in India especially, people don't appreciate boundaries. Most people don't. അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ബിക്കോസ് ലൈക്ക് യു സെഡ് ജാഡ എന്ന് പറയും ആൾക്കാർ. And you lose a lot of, contacts, maybe clients because of this. Right. How do you deal with that? See, I never had that boundary. Like I said, it was my mother who, like, oru peak season avumbodekkum, I'm a person who's so lost in my work that it's very normal for me or very usual for me to forget my domestic responsibilities. ഞാനത് നല്ല കാര്യമാണെന്ന് ഒരിക്കലും പറയുന്നില്ല. But unfortunately, ഞാൻ അങ്ങനെ ഭയങ്കര I hate to use the word, but I have been called a workaholic several times. അപ്പോൾ അങ്ങനെ ബൗണ്ടറീസ് ഇല്ലാതെ ട്യൂസ്ഡേ എന്നില്ല മൺഡേ എന്നില്ല I used to work through and through. And it was my mother who said അങ്ങനെ പറ്റത്തില്ല.
you need to take one day off for yourself, and that one day you cannot take any other responsibilities. Ippozhum I struggle with it. Aa oru Tuesday aanengilum, you know, that itch to actually just check my mails or to just check with Adina what's happening. Aa oru itch eppozhum undu. And oru ഹാഫ് എ ഡേ വെറുതെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ മാസively ബോർഡാവും. ഒരു പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വരും. പക്ഷെ ഐ തിങ്ക് അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ടൈപ്പും ആയിരിക്കാം ചിലപ്പോൾ. ബട്ട് സി റിഗാർഡിങ് യുവർ ക്വസ്റ്റ്യൻ, ആ ക്ലയൻസ് എന്ത് വിചാരിക്കും, എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു നോ. സം പീപ്പിൾ വിൽ ബി ഡിസപ്പോയിൻറ്റഡ് വിത്ത് യു, സം പീപ്പിൾ വിൽ ബി അപ്സെറ്റ് വിത്ത് യു. പക്ഷേ അവരെയും നമ്മൾ വളരെ ലോജിക്കലി ഹാൻഡിൽ ചെയ്യാനും പഠിക്കണം. എല്ലാരെയും ഇമോഷണലി ഡീൽ ചെയ്യരുത്. യുവർ ക്ലയൻസ് ആർ യുവർ ക്ലയൻസ്, ദേ ആർ നോട്ട് യുവർ ഫാമിലി, ദേ ആർ നോട്ട് യുവർ ഫ്രണ്ട്സ്. ഇവൻച്വലി യെസ്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആവാറുണ്ട്, പക്ഷെ അതിനൊരു ടൈം കൊടുക്കണം. ദാറ്റ് ഫസ്റ്റ് കോൾ ഓഫ് എൻക്വയറി ഈസ് നോട്ട് എ ഫ്രണ്ട്, ഇസ് നോട്ട് എ ഫാമിലി. അപ്പോൾ അവരും നമ്മളുടെ ബൗണ്ടറീസിനെ റെസ്പെക്ട് ചെയ്യുന്നവരായാലേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെ അതിനെ, ആ ബൗണ്ടറീനെ ഡിഫൈൻ ചെയ്യുന്നു, അതുപോലെ അവർ ഇത് ചെയ്യത്തുള്ളൂ. ലൈക്ക് ഹൗ യു സെഡ്, യു റെസ്പെക്റ്റഡ് ഇറ്റ്. Most people do respect it. Okay. When I say that this is my day off, unfortunately. So ഇന്നലെ ഈവനിങ് I got a call. The client was from the US. അപ്പം ഞാൻ പറഞ്ഞു, madam, this is not our office time. Let me get back to you tomorrow during office hours. And നമ്മൾ അതിനെ പൊളൈറ്റ്ലി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യരല്ല. യു ഹാവ് ടു റെസ്പെക്ട് ദെം ടു. അവരും ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അതിനെ ഏത് ലാംഗ്വേജിൽ, ഏത് ഭാഷയിൽ, എന്ത് ടോണിൽ നമ്മൾ അങ്ങോട്ട് ആ ബൗണ്ടറിനെ സെറ്റ് ചെയ്യുന്നു, അതുപോലെ അവർ തിരിച്ച് നമ്മളെയും ട്രീറ്റ് ചെയ്യും. സോ അതിൽ നമ്മൾ ട്രെയിൻഡ് ആയിരിക്കണം. Was that a trial and error process, ഈ communication? Communication is something that I think I was taught very well from my school days. I had an excellent teacher. I don't mind naming her. Her name is Maya. She's still one of my closest mentors. She is somebody who helped mold all these things. She taught me എന്താ പറയുക, നമ്മളുടെ ഫ്രേസസ് ലൈക്ക് ലെറ്റ്സ് അഗ്രി ടു ഡിസഗ്രി, അങ്ങനത്തെ കുറച്ച് പൊളിറ്റിക്കലി കറക്റ്റ് ടേംസ്, കുറച്ച് ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് വൺ ഓഫ് ദ ക്രക്സ് ഓഫ് മൈ എക്സിസ്റ്റൻസ് ഇസ് ഓൾവേസ് ബീൻ മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മൾ അഗ്രസീവ് ആകേണ്ടടുത്ത് അഗ്രസീവ് ആയും, എന്നാൽ പൊളൈറ്റ്ലി അഗ്രഷൻ കാണിച്ചും, അതുപോലെ ഡൊസൈൽ ആവേണ്ടടുത്ത് ഡൊസൈലായും, അസേർട്ടീവ് ആകേണ്ടടുത്ത് അസേർട്ടീവ് ആയും ഒക്കെ. എൻ്റെ ചെറുപ്പപ്രായം തൊട്ടേ communication was always something. You went to the same school where I did. You know how we are taught there, right? So that helped a lot. And I still think that parents out there, if you have 5 minutes extra to teach your children how to communicate, effective communication, അതിൽ എല്ലാം വരും. ബോഡി ലാംഗ്വേജ് വരും, അതിൽ നമ്മളുടെ ടോൺ ഉണ്ടാവും, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടാവും, നമ്മുടെ ലാംഗ്വേജ് ഉണ്ടാവും. മലയാളം സംസാരിക്കേണ്ടടുത്ത് മലയാളം തന്നെ സംസാരിക്കണം, ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടടുത്ത് ഇംഗ്ലീഷ് തന്നെ യൂസ് ചെയ്യണം. സോ അതെല്ലാം പഠിപ്പിച്ച് അങ്ങനെ വളർന്നു വന്നത് കൊണ്ടാണ് ഇപ്പോൾ എനിക്കത് സീംലെസ് ആയിട്ട് തോന്നുന്നത്. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഹാസ് ബിക്കം എ നാച്ചുറൽ സ്കിൽ ഫോർ മീ. ആൻഡ് ഐ വിൽ റിയലി നെവർ സ്റ്റോപ്പ് ബീങ് ഗ്രേറ്റ്ഫുൾ ഫോർ ദ ടീച്ചേഴ്സ് ദാറ്റ് വി ഹാഡ്, ഫോർ ദ പീപ്പിൾ ഹു saw that skill in you and who wanted to spend 5 minutes extra to teach you something different. Right? So let's go back to aesthetic values. Do people actually consider, you know, cosmetology holistically now? As in, like, do they know that, do they give time for the diet and the, you know? See, രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരാണ് എന്നുള്ളത്. ലൈക്ക് ഇഫ് യു സീൻ മൈ ഇൻസ്റ്റഗ്രാം 2-3 days ago, I posted very funny memes about ഈ മിറക്കുലസ് റിക്കവറി എക്സ്പെക്ട് ചെയ്യുന്ന ക്ലയൻസ്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. എന്നാൽ അല്ല, ഇത് ഒരു ഇറ്റ്സ് എ ജേർണി ആൻഡ് നോട്ട് എ ഡെസ്റ്റിനേഷൻ എന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഐ തിങ്ക് your skill as a doctor is definitely educating them about it. അല്ലേ, ഇത് ഓവർനൈറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ട റിസൾട്ട്സ് അല്ല എന്നും, ഒരിക്കലും ഈ മുഖത്ത് ഒരു മരുന്ന് അപ്ലൈ ചെയ്തത് കൊണ്ട് മാത്രം ഒരു റിസൾട്ട് കിട്ടില്ല എന്നും, അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ ബാക്ക് എൻഡിൽ നിങ്ങൾ ചെയ്താൽ മാത്രമേ അവിടെ എത്തത്തുള്ളൂ എന്നുള്ളതും അറിയാത്ത ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇഫ് ദേ ഡോണ്ട് നോ ഇറ്റ് അപ്പ് ഫ്രണ്ട്, ഐ വിൽ നെവർ ഹോൾഡ് ഇറ്റ് അറ്റ് ഫോൾട്ട്. അത് അവരുടെ പ്രശ്നമല്ല. ആൻഡ് ഐ തിങ്ക് നമ്മൾ ആസ് എ ക്ലിനിഷ്യൻ നമ്മളുടെ സ്കിൽ സെറ്റ് അനുസരിച്ചിരിക്കും ഹൗ വെൽ വി ഡു ദാറ്റ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വേറെ ഒരു പ്രാക്ടീഷണറും തമ്മിലുള്ളൊരു വ്യത്യാസം വരും. നമുക്ക് ആ സമാധാനം, ക്ഷമ, യു ഷുഡ് ബി ഏബിൾ ടു ഗിവ് ടൈം ടു യുവർ പീപ്പിൾ. ആൻഡ് ഐ യൂഷ്വലി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് മൈ പേഷ്യൻസ്, which is probably the reason why they're comfortable with me and they keep bringing more patients to me. How is their response to your guidance? So far I would like to say that it has been good. I mean, was it difficult for them ingane accept cheyan that
you know, it's not a overnight thing. നമുക്ക് നോട്ട് അറ്റ് ഓൾ. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇരിക്കുന്ന സെക്ടറിൽ അതിപ്പോൾ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിലും ഞാനൊരു വെൽനസ് ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുവാണെങ്കിലും നമ്മൾ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൺവിൻസ് ചെയ്ത് വി ആർ ഓൺ ദെയർ സൈഡ് എന്നൊരു ബോധം അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൾട്ട്. പിന്നെ അവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും ചില കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടടുത്ത് എത്തുന്നില്ല എങ്കിൽ അത് നമ്മളുടെ പ്രശ്നം മാത്രമല്ല, അത് അവർ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യുന്നില്ല. ഐ കെപ് ടെല്ലിങ് ദം, ഒരു ആക്നെ ഉള്ള ഒരാൾ വന്നിട്ട് ചോക്ലേറ്റ്സ് നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഐ കാൻറ്റ് ഹെൽപ്പ് ദം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദേ ഗെറ്റ് ഓൺ എ ക്ലീൻ ഡയറ്റ്. അപ്പം ഇത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് അറ്റ് ഓൾ. ഐ തിങ്ക് ദ റെസ്പോൺസ് ഹാസ് ബീൻ അമേസിങ് സോ ഫാർ. Has there been any backlashes? There are always difficult patients. അതില്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. There are always difficult patients. നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഒരു urban സെക്ടറിൽ I think not every skin issue or not every beauty issue is only because of diet. Mental health എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നാൽ ചിലരത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ചിലർക്ക് അതൊരു ക്രൈസിസ് ആണെന്ന് പോലും മനസ്സിലാക്കാതെ അതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ റാൻഡം സ്കിൻ ഇൻഫ്ലമേഷൻസ് കാണാറുണ്ട്, റാൻഡംലി പിന്നെ സ്കിൻ പിക്കിംഗ് ഹാബിറ്റ്സ് ഉള്ളവരുണ്ട്, അതുപോലെ തന്നെ ഈ ഒരുപാട് ആങ്സൈറ്റി ഉള്ളവരുണ്ട്, ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ടറിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദർ ആർ ഡിഫിക്കൾട്ട് പേഷ്യൻസ്. ഒരു തവണ കാണുമ്പോൾ ദർ ഇൻ എ ഗുഡ് മൂഡ്, അടുത്ത തവണ കാണുമ്പോൾ ദർ എക്സ്ട്രീംലി ഡൗൺ ഇൻ ഡിപ്രസ്ഡ്. അപ്പോൾ അതിനെയും ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഇറ്റ്സ് എ സ്കിൽ. ഓർ നമുക്ക് ഒരുപാട് ഭൂമിയോളം പേഷ്യൻസ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യെസ്, ദർ ആർ ഓൾവേസ് every now and then there are people like that. പക്ഷേ like I said, it's an ongoing process. Is that a challenge for you? Absolutely. And those are the kind of challenges. നമ്മൾ അവരെ ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ കടത്തി വിടാനായിട്ട് നമ്മൾ അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരെ അപ്പറെ സൈഡ് എത്തി കഴിയുമ്പോഴേക്കും അവർക്കുണ്ടാകുന്ന ഗ്രാറ്റിറ്റ്യൂഡും അവർക്കുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്സും, സംടൈംസ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദം, അവരിലുണ്ടാകുന്ന ചേഞ്ച് അവരുടെ ഫാമിലിയിലും റിഫ്ലക്ട് ചെയ്യും. ആൻഡ് യൂഷ്വലി ദീസ് ആർ എൻ്റെ അടുത്തോട്ട് വരുന്ന മോസ്റ്റ്ലി യങ്സ്റ്റേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ കാരണം സംടൈംസ് ഐ ഹാവ് ടു സിറ്റ് ബോത്ത് ഓഫ് ദം ഡൗൺ. ഐ ഹാവ് ടു സിറ്റ് ദെയർ പേരൻസ് ആൻഡ് ദെയർ ഫാമിലീസ് ഓൾസോ ഡൗൺ ആൻഡ് ask the, educate the families about being patient with them. Their kids, അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. ആൻഡ് ഒരു വളരെ ട്രിക്കി ഒരു ഡൈനാമിക്സ് എന്ന് പറയുന്നത് മെനോപോസ് അടുക്കുന്ന ഒരു മദറും ടീനേജർ ആയിട്ടുള്ള ഒരു മോളും. ദാറ്റ് ഇസ് എ വെരി ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു കോൺഫ്രണ്ടേഷണൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അവരെ രണ്ടുപേരെയും ഇരുത്തി സംസാരിക്കുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഐ ഹാവ് റിയലി എൻജോയ്ഡ് ഡൂയിങ്, ബിക്കോസ് അതിൽ റിസൾട്ട്സ് ഒരുപാട് വരും. ദേ ബോത്ത് ബിക്കം പേഷ്യന്റ് ടു ഈച്ച് അതർ. സോ അങ്ങനത്തെ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആൻഡ് സംടൈംസ് ഇറ്റ്സ് വെരി ടാക്സിങ് ഓൺ മീ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവൻച്വലി ഐ നോ ദാറ്റ് ഐ എം ഹെൽപ്പിംഗ് ദാറ്റ് ഫാമിലി ഓർ ഐ എം ഹെൽപ്പിംഗ് ദോസ് പീപ്പിൾ. അതുകൊണ്ട് ഐ ലവ് ഡൂയിങ് ഇറ്റ്. ഐ വിൽ നെവർ ഷൈ അവേ ഫ്രം ഡൂയിങ് ഇറ്റ്. What about the makeup part? Art as a makeup artist excites you? Everything about it. Okay. What doesn't excite me? Oh my God, I love it. I have always been a creator. Okay. എനിക്ക് എൻ്റെ ക്രിയേറ്റീവ് സൈഡ് ഭയങ്കര എലിവേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഐ ലവ് പെയിൻറ്റിങ്, ഐ ലവ് ഡാൻസ്, ഐ ലവ് ആ ഒരു സെക്ടർ ഫുള്ളി എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈച്ച് പേഴ്സൺ ദറ്റ് ഐ ഡു മേക്കപ്പ് ഫോർ, ഇറ്റ്സ് ലൈക്ക് എ ഹോൾ ന്യൂ പാലറ്റ്, ഇറ്റ്സ് എ ഹോൾ ന്യൂ തിങ്. ആൻഡ് എപ്പോഴും ഒരാളെ അവരുടെ ബെസ്റ്റ് വേർഷനിൽ പ്രസൻറ്റ് ചെയ്യാൻ അവരുടെ ലൈഫിൽ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേയിൽ ഞാനൊരു ഭാഗമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഗ്രാറ്റിഫൈങ് ഫീലിംഗ് ഇൻ ദ വേൾഡ്. ദേ കം ആൻഡ് ഹഗ് യു ആൻഡ് ദേ സേ താങ്ക് യു. ദ ഹോൾ ഫാമിലി ഈസ് ഓൾവേസ് അപ്രീഷിയേറ്റീവ് ഓഫ് യു. അപ്പോൾ ആ സെക്ടർ ഒരിക്കലും ദ കൈൻഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദറ്റ് യു ഫീൽ, നമുക്കൊരു പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എക്സാക്ട്ലി അതാണ്. ആൻഡ് ഈവൻ യെസ്റ്റർഡേ ഐ വാസ് ടോക്കിംഗ് ടു മൈ സ്റ്റാഫ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഐ സെഡ് ഒരിക്കലും റിഡൻഡൻ്റ് ആകാൻ പോകാത്ത ഒരു ഫീൽഡുമാണ് ഈ എന്ത് AI വന്നാലും എന്ത് തന്നെ വന്നാലും. ഐ തിങ്ക് മേക്കപ്പ് ആസ് എ സെക്ടർ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഗോ ഡൗൺ, ബിക്കോസ് ദർ വിൽ ഓൾവേസ് ബി സീക്കേഴ്സ് ഫോർ ഇറ്റ്. ആൻഡ് ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ ബ്രൈഡ്സ് മാത്രമല്ല, ഐ ഓൾസോ ടീച്ച് മേക്കപ്പ്, ഐ ഓൾസോ ഡു പേഴ്സണൽ ഗ്രൂമിങ് വർക്ക്ഷോപ്സ്. അതും എനിക്ക് ഭയങ്കര ഗ്രാറ്റിഫൈങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു വുമണിനെ അവരുടെ ബെസ്റ്റ് വേർഷനിൽ പ്രസൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ബെസ്റ്റ് വേർഷനിൽ അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് കോൺഫിഡൻസ് ബിൽഡിങ്ങിന് ഒരു ടൂളാണ് ഞാൻ അവർക്ക് കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. സഡൻലി ദറ്റ് പേഴ്സൺ എലിവേറ്റ്സ് ദംസെൽസ് ഇൻടു എ ഹോൾ അതർ ദിസ് തിങ്. സോ അത് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ മേക്കപ്പ് വിൽ നെവർ
എന്താ പറയാ, ഒരിക്കലും ഞാനത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഐ വിൽ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് അങ്ങനെ ഒരു സ്കിൽ എനിക്ക് കിട്ടി, അതിനെ എനിക്ക് ഇത്രയും ഫ്ലറിഷ് ചെയ്ത്. ദിസ് ഇസ് മൈ 10th ഇയർ ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഇത്രയും വർഷമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റി, ഇവിടം വരെ കൊണ്ട് എത്തിക്കാൻ പറ്റി. ഇനി മുന്നോട്ടും ബിഗ് പ്ലാൻസോട് കൂടി പോകുന്നു എന്നുള്ളത് ഇസ് സംതിങ് ദാറ്റ് വിൽ നെവർ സ്റ്റോപ്പ് ഇൻട്രസ്റ്റിംഗ് മീ. എനിക്ക് അതിനോടുള്ള എന്തൂസിയാസം ഒന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. It's so evident to the way you are talking that you're so enthusiastic about it. Like, I think I want to try it out now. You're putting it across. Yeah. Celebrities also you have done, right? Yeah. Is that something you've seeked out or other? As a part of my portfolio building, it is something that I've definitely seeked out. And thankfully every year through some because of my networking skills, through some way or the other, I do continue to work with a lot of celebrity category lolla alkar. And very honestly namalde portfolio building adu bhayangara important aanu. So I will always, every year I will keep seeking it. Okay. And ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വരുമെന്ന് ഒരിക്കലും കരുതരുത്. നമ്മൾ ഓപ്പർച്യൂണിറ്റിന് പിന്നാലെ കുറച്ച് ഓടിയാലേ പറ്റത്തുള്ളൂ. ആൻഡ് യു ഹാവ് ടു ബി വെരി വെരി ഷെയിംലെസ് അബൌട്ട് ഇറ്റ്. കാരണം ഐ തിങ്ക് അതും ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയർ ഐ വാസ് ദ ഫസ്റ്റ് ആർട്ടിസ്റ്റ് ഇൻ ട്രിവാൻഡ്രം ടു വർക്ക് വിത്ത് എ കമ്പനി കോൾഡ് മാക് കോസ്മെറ്റിക്സിൻ്റെ കൂടെ. അത് മാക്ക് ട്രിവാൻഡ്രത്ത് ഇല്ലാത്തത് കൊണ്ടല്ല, നോബഡി ടുക്ക് ദ ഗട്ട്സ് ടു ആക്ച്വലി ഗോ ആൻഡ് അപ്രോച്ച് മാക്ക്, അത്രേ ഉള്ളൂ. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. അപ്പോൾ ആ ഒരു പ്രോ ആക്ടിവിറ്റിയും കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആർ ഡൈമോഡസ്. ഒരു എന്താ പറയുക, ഓരോ ആഴ്ചയിലും പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാട്ട് സെപ്പറേറ്റ്സ് യു from another artist who's coming up are these things also. നമ്മൾ എന്തോരം പ്രൊആക്റ്റീവ് ആണ്, നമ്മൾ എന്തോരം കോൺഫിഡൻ്റ്ലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ബ്രാൻഡ് ബിൽഡിങ്ങിലും പേഴ്സണൽ ബ്രാൻഡ് ബിൽഡിങ്ങിലും പോർട്ട്ഫോളിയോ ബിൽഡിങ്ങിലും നമ്മളുടെ ആ എൻറ്റയർ വിഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ വളരെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗോ അഹെഡ്. അല്ലാതെ ഐ ഡോണ്ട് തിങ്ക് യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് മച്ച് അഹെഡ്. പിന്നെ അത് ഭയങ്കര ടാക്സിങ് ആയിട്ട് തോന്നും, നമുക്കതൊരു തൊഴിലായിട്ട് തോന്നും. രാവിലെ എണീക്കുക, പോവുക, എനിക്കിതൊന്നും ഒരു എക്സൈറ്റ്മെന്റ്. ഇപ്പോൾ ടുമോറോ ഓൾസോ ഐ തിങ്ക് വി ഹാവ് സംബഡി അറ്റ് 4 in the morning. I said, yeah, sure, 4 in the morning, 4 in the morning, ഒരു പ്രശ്നമില്ല. I have dinner appointments today. I'll still make sure that I'm up at 4 in the morning. എനിക്കതിൽ it's such an okay. I spoke to somebody long time ago, 18 വയസ്സുള്ളപ്പോൾ ഒരു ജർമ്മൻ മില്യനറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു റാൻഡം കോൺവെർസേഷൻ, ആൻഡ് ഹീ സെഡ് ഇഫ് യു റിയലി ലവ് വാട്ട് യു ഡു യു നെവർ വർക്ക് എ സിംഗിൾ ഡേ. അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇന്ന് അതിൻ്റെ ഫുൾ ക്ലാരിറ്റിയിൽ മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരിക്കലും ഇതൊരു തൊഴിലായിട്ട് തോന്നുന്നില്ല. ദിസ് ഇസ് എക്സൈറ്റിംഗ് ഫോർ മീ, ദിസ് ഇസ് അമ്യൂസിങ് ഫോർ മീ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഇതിൻ്റെ ഇടയ്ക്ക്. സംടൈംസ് ബാക്ക് ബ്രേക്കിംഗ് ആണ്, തിരിച്ചു വരുമ്പോൾ നടു ഒടിഞ്ഞ് കാല് മുട്ട എല്ലാം വേദനിച്ച്, but you're still happy. You're still happy that you achieved something good. You met such amazing people. You got so many words of gratitude thrown at you. അതുകൊണ്ട് you have to find a passion to follow as your job. അല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു mundane life. How about content? What about that excites you? Oh my god. Okay, so content creation എന്ന് പറയുവാണെങ്കിൽ out of everything that I do, honestly, if you ask my team, they will tell you we have reached that stage where അവരെൻ്റെ പിന്നാലെ നടക്കണം, ഉണ്ടാക്കണം, കഴിഞ്ഞു, ഇനിയൊന്നുമില്ല, ഞാനിങ്ങനെ നാളെ ചെയ്യാം അങ്ങനെ ഞാൻ ചെറിയ സ്കിപ്പ് അടിക്കുന്നതാണ്. I worked with media for a while. So one thing when you're working with a production company is അവർ അതിൻ്റെ ബാക്ക് എൻഡ് ഫുള്ള് ചെയ്യും. നമ്മൾ വെറുതെ പ്രിറ്റി ഫേസ് ആയിട്ട് പോയിരുന്ന് അതിനെ പ്രസന്റ് ചെയ്താൽ മാത്രം മതി, which is the easiest part of the job. പക്ഷേ ഓഫ് കോഴ്സ് ഓക്കെ, ഔട്ട് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ, വി ആർ മോർ മോട്ടിവേറ്റഡ്. അങ്ങനെയാണ് ഞാനും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഒരു ഐഡിയയും ഇല്ലാതെ വെറുതെ നമ്മൾ ഒരു എഡ്യൂക്കേറ്റീവായിട്ട് ആൾക്കാരിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ പിന്നെ വരുമ്പോഴേക്കും കണ്ടന്റ് ഐഡിയാസ് തീർന്നു, എന്ത് ചെയ്യും അടുത്തത്? പിന്നെ നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൽ കുറച്ച് ബൗണ്ടറീസ് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം somebody came and told me, madam, dance videos ചെയ്യാത്തെന്താ? അപ്പം ഞാനിങ്ങനെ ഞാനോ ഡാൻസ് അതല്ലല്ലോ നമ്മുടെ കണ്ടന്റ്, അങ്ങനെ. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഫ്രഷ് ഐഡിയാസ് കണ്ടുപിടിക്കുക, അതൊരു ബുദ്ധിമുട്ടാണ്. പ്രൊഡക്ഷൻ, ദെൻ ഏറ്റവും ലീസ്റ്റ് എക്സ്പെൻസിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുക. ഐ ഹാവ് ലോസ്റ്റ് എ ലോട്ട് ഓഫ് മണി ട്രൈങ് ടു ഗെറ്റ് ടീംസ് ടു കം ആൻഡ് പ്രൊഡ്യൂസ് ഫോർ മീ. എപ്പോഴും ആൾക്കാർ നമ്മളുടെ മൊത്തത്തിലെ ഒരു വിലയിട്ടായിരിക്കും നമുക്കൊരു ബില്ല് തരുന്നത്. അപ്പോൾ ഒരുപാട് അനാവശ്യമായ കണ്ടന്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇവൻച്വലി ഒരു സ്ഥലത്ത് വന്ന് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ടീം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇതിന്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലരുണ്ട് സോളോ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടോ, എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഹൗ ദേ ഡു ഇറ്റ്. ഐ തിങ്ക് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എനർജി. ഓരോ സാധനം ഫ്രഷ് ആയിട്ട് ആൾക്കാരിൽ എത്തിക്കുക, അവരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് വെക്കുക, അവർ ബോറടിക്കാതിരിക്കുക. ഞാൻ എൻ്റെ കണ്ടന്റ് കണ്ടിട്ട് പലതവണയും എനിക്ക് തന്നെ ബോറടിക്കാറുണ്ട്. എന്ന് വെച്ചാൽ റെപ്പിറ്റേറ്റീവ് അല്ലേ, എൻ്റെ സെക്ടർ എന്ന് പറയുന്നത് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ടീം ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡു ഇസ് നമ്മൾ എവറി മന്ത് ബിഗിനിങ്ങിൽ നമ്മളൊരു കണ്ടന്റ് കാലണ്ടർ ഉണ്ടാക്കും. അതായത് ഈ മാസം ഇന്ന സാധനങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞൊരു കാലണ്ടർ ഉണ്ടാക്കും. അപ്പോൾ ആ കാലണ്ടർ ബേസ് ചെയ്ത് നമ്മളുടെ 2 സെക്ടറും നോക്കി നമ്മൾ ഇച്ചിരി മെറ്റിക്കുലസ് ആണ് ആ കാര്യത്തിൽ. അവൈലബിലിറ്റി നോക്കി നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് അന്ന് കണ്ടന്റ് ഷൂട്ട് ചെയ്യണം എന്നിങ്ങനെ വെക്കും. അതിലും ഞാനാണ് മടി പിടിക്കുന്നത്. ഐ ലവ് ഡൂയിങ് അതർ പീപ്പിൾസ് കണ്ടന്റ്. ഐ ജസ്റ്റ് ആം വെരി അൺറിയലിസ്റ്റിക് ഓർ അൺഎന്തൂസിയാസ്റ്റിക് അബൌട്ട് ക്രിയേറ്റിംഗ് മൈ ഓൺ കണ്ടന്റ്. അപ്പോൾ അങ്ങനെ ചെയ്യും. ആൻഡ് ദെൻ പണ്ട് എനിക്ക് ഒരുപക്ഷെ ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് വി ഡോണ്ട് ഡു 1 കണ്ടന്റ് എ ഡേ. നമ്മൾ ഒരു ദിവസം അതിനു വേണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ച് സോ മെനി അവേഴ്സ് വെച്ചിട്ട് ഔട്ട്ഫിറ്റ് മാറി മാറി വി ഡു സെവറൽ. ആ ഒരു കഴിവതും ഒരു ഫ്യൂ എക്സ്ട്രാ ചെയ്ത് വെക്കും. And then it is all handled by one person. If I had to be the person, ഞാൻ തന്നെ ഇരുന്ന് വീഡിയോ ഉണ്ടാക്കി, ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, ഞാൻ തന്നെ അപ്ലോഡ് ചെയ്ത്, ഞാൻ തന്നെ അതിനെ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് systems have to be in place, team has to be in place, and only thing where I have a say eventually is probably content ന്റെ final out quality. അത് I decide. കാരണം ഐ ഫീൽ ലൈക്ക് എൻ്റെ ഒരു എസ്തറ്റിക് സെൻസ് അതിന് നല്ലതാണ്. അതല്ലാതെ അതിൽ എന്ത് ചെയ്യുന്നു, എന്ത് മ്യൂസിക് ഇടുന്നു, അങ്ങനത്തെ തുടക്കത്തിലൊക്കെ ഭയങ്കര എല്ലാത്തിലും പോയി തലയിടുമായിരുന്നു. മൈക്രോ മാനേജിങ്ങിന്റെ അങ്ങേയറ്റമായിരുന്നു. എന്ന് ഞാൻ അതിനെ ഡെലിഗേറ്റ് ചെയ്യാൻ തുടങ്ങിയോ അന്ന് ഞാൻ നന്നായി. കണ്ടന്റ് പോണം, ഇടണം, എന്താന്ന് വെച്ചാൽ ഇട്ടോളൂ, കുഴപ്പമില്ല. ഞാൻ ചില സമയത്ത് ലൈക്ക് ഫുള്ളി ട്രസ്റ്റിംഗ് മൈ ടീം. ഐ നോ യു ഗൈസ് വിൽ ഡു ഇറ്റ്, സോ ഡു ഇറ്റ്. മാഡം ഇത് ഇടട്ടെ, ഇട്ടോളൂ, പ്രശ്നമില്ല, എന്തെങ്കിലും ഇട്ടാൽ മതി. അങ്ങനെയായി. അപ്പോൾ ഇതുപോലെ ടീം, സിസ്റ്റം ഇൻ പ്ലേസ്, ആൻഡ് യു ഹാവ് ടു ഡെലിഗേറ്റ് ആൻഡ് ട്രസ്റ്റ്. ദെൻ കണ്ടന്റ് ക്രിയേഷൻ വിൽ വർക്ക് വെൽ. What kind of content do you consume? What do I consume? Secretly, I love dance. Okay, so dance content ഇങ്ങനെ ഓവർ ഡു ചെയ്താണ് എൻ്റെ ഇതിൽ വരുന്നത്. ആൻഡ് ഒത്തിരി മെൻ്റൽ ഹെൽത്ത് content കൺസ്യൂം ചെയ്യാറുണ്ട്. ഐ ലവ് ഓൾ ദീസ് ഈ ഫിലോസോഫിക്കൽ. ഐ എം എ റീഡർ. ഐ റീഡ് വോറേഷ്യസ്ലി. ലൈക്ക് ഏതൊരു ഒരു ഓഡിയോ ബുക്ക് കേൾക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഫിസിക്കൽ ബുക്സ് വായിക്കും. അപ്പോൾ അത്രയും റീഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കണ്ടന്റ് ഭയങ്കര ഇഷ്ടമാണ്. ദ കൈൻഡ് ഓഫ് കണ്ടന്റ് ദാറ്റ് ഐ ഓൾവേസ് ഫൈൻഡ് ക്രിഞ്ച് ഇസ് ഈ കോമഡി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യുമ്പോൾ ഒത്തിരി ഡണ്ണപ്പായിട്ട് തോന്നുന്ന അങ്ങനത്തെ സാധനങ്ങൾ ഓഫ് ലേറ്റ് എനിക്ക് തോന്നുന്നു പ്രായമൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഐ എം നോട്ട് കൺസ്യൂമിങ് സിനിമ ആസ് മച്ച് ആസ് ഐ യൂസ് ടു. യങ്ങർ ഡേയ്സിൽ സിനിമ കോണ്ടന്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. വെരി സ്ട്രേഞ്ച്ലി ഞാൻ വെൽനസ് സെക്ടർ കോണ്ടന്റ് കുറവാണ്. ഞാനത് അധികം ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഒന്നാമത്തെ ഞാൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് അതിനകത്തായിരിക്കുന്നത്. പിന്നെയും അത് തന്നെ ബോംബാർഡ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ റിജിഡ് ആയിപ്പോ അത് തന്നെ ചെയ്യാൻ തോന്നും. അതല്ലാതെ വേറെ പുതുമയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ വരത്തില്ല. So that's about it. How do you upgrade your skills? Skill upgradation എന്ന് പറയുമ്പോഴേക്കും ബേസിക്കലി നമ്മളുടെ പോലുള്ള ഇതില് ഒന്ന് ഐ കീപ് ട്രാക്ക് ഓഫ് ട്രെൻഡ്സ്, വാട്ട്സ് ഹാപ്പനിങ്, വാട്ട് ഇസ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്. അതിപ്പോൾ അപ്ഗ്രേഡിങ് സ്കിൽസ് എന്ന് പറയുന്നത് ഒന്ന് മേക്കപ്പ് സെക്ടറിലും മറ്റേത് മെഡിക്കൽ സെക്ടറിലും, രണ്ടിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മെഡിക്കൽ സെക്ടറിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് സിസ്റ്റം. ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോൾ ദ കമ്പനി അപ്രോച്ചസ് അസ്, അവർ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യും. വി അറ്റൻഡ് CMEs, വി അറ്റൻഡ് കോൺഫറൻസസ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ എന്താണുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് ദർ ഇസ് ഓൾവേസ് ദറ്റ് ആ ഒരു സ്കിൽ അപ്ഗ്രേഡേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അതിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. So that is one side. Makeup side la again ee parayunnottu trends endaanennu nokkum. There is constant learning. Hairstyles change, requirements change, draping styles change. appo adellam adanussariche എല്ലാം നമ്മൾ തന്നെ പഠിച്ചില്ല എങ്കിലും എല്ലാത്തിനെ കുറിച്ച് അവെയർ ആയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ അവെയർനെസ്സിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ നമ്മളത് പഠിച്ചാൽ പറ്റത്തുള്ളൂ. ദർ ഇസ് നോ അതർ വേ. അല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അറിയുന്ന ഒരാളെ ഹയർ ചെയ്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതും that is also a skill. അപ്പോൾ whatever is appropriate for the time that needs to be done. Has social media made it more difficult? Because trends are changing faster now, right?
അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടാണോ? ആക്ച്വലി അത് എളുപ്പമല്ലേ ആക്കിയത്. തിങ്ക് അബൌട്ട് ഇറ്റ്. ട്രഡീഷണലി നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സാധനം തുടങ്ങി നമ്മൾ അതിനെ ഓഡിയൻസിലോട്ട് എത്തിക്കണം ഉണ്ടെങ്കിൽ ആ എത്തിക്കുന്നത് തന്നെ വലിയൊരു ടൈം കൺസ്യൂമിങ് കാര്യമാണ്, ഒത്തിരി എന്താ പറയുക ഫൈനാൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഹാസ് മേഡ് തിങ്സ് സോ മച്ച് ഈസിയർ. നോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷേ ഈ ചേഞ്ചിങ് ട്രെൻഡ്സ് റൈറ്റ്, ബിക്കോസ് ട്രെൻഡ്സ് ആർ ചേഞ്ചിങ് ബൈ ദ സെക്കൻഡ്, ലൈക്ക് ദ സ്റ്റൈൽസ് ഇല്ലേ? പക്ഷെ ഐ തിങ്ക് അങ്ങനെ ആയിരിക്കണ്ടേ? പക്ഷെ അത് പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടോ? ലൈക്ക് ബൈ ദ ടൈം യു ക്യാച്ച് അപ്പ് ഓൺ വൺ ട്രെൻഡ്, ചിലപ്പോൾ ഞാൻ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയാറുണ്ട്, എങ്ങനെയും അതൊന്ന് പഠിച്ചു വന്നപ്പോഴേ പുതിയത് എന്ന് ഞാൻ തന്നെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പുതുമ എന്ന് നഷ്ടപ്പെടുന്നു അന്ന് ഈ പറയുന്ന തൊട്ട് എല്ലാ സെക്ടേഴ്സും ഭയങ്കര കംപ്ലേസന്റ് ആവും. ആൻഡ് ഐ തിങ്ക് യെസ് സംടൈംസ് ഓവർവെൽമിംഗ് ആണ്. ഈ പറയുന്ന തൊട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പുതിയ ട്രെൻഡ്സും കൂടെ ഫോളോ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഓവർവെൽമിംഗ് ആണ്. പക്ഷേ that is how it is. It is what it is. So either you keep up with it or you let go. And the minute you decide to let go, that's it, you're done. Another person will come and take over. And another thing that I really love to do is I usually hire a very young team. I have a lot of artists working with me. I also work as a vendor provider. So ഞാൻ മാത്രമേ പണിയെടുക്കത്തുള്ളൂ എന്നല്ല, ഒരുപാട് യങ്ങർ ആർട്ടിസ്റ്റിനെ നമ്മൾ ഹയർ ചെയ്ത് വലിയൊരു ടീമിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, ഹു ഓൾ വർക്ക് ഫ്രീലാൻസ് ബേസിസിൽ തന്നെയാണ്. അപ്പോൾ അവർ ഈ ട്രെൻഡ്സിനെ കുറച്ചും കൂടെ യങ്ങർ ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, യങ്ങർ ടീമുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെക്കാളും കൂടുതൽ അവർ പുതിയ ട്രെൻഡ്സിനോട് റിസെപ്റ്റീവ് ആണ്. അപ്പോൾ അവർ ഈ കാര്യങ്ങൾ ഇംബൈബ് ചെയ്ത് അവരത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും, നമുക്കത് ഇങ്ങനെ ഒരു കംപ്ലേസൻസി വരത്തില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ദ ബിഗർ യുവർ ടീം ഇസ് ദ മോർ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ്, ദ മോർ തിങ്സ് യു വോണ്ട് ടു ലേൺ. അല്ലാതെ നമ്മൾ ഒറ്റ തടിയായിട്ട് ഞാൻ എല്ലാം സർവ്വം അറിയുന്ന ആൾ ഞാൻ മാത്രം എന്ന് പറഞ്ഞുള്ള ആ ഈഗോയിൽ ഇരിക്കുവാണെങ്കിൽ ഒരിക്കലും. Thank you so much. For coming to our show. It's wonderful talking to you. Thank you. രാവിലെ കഴിച്ച ഒരു കോഫിയുടെ ബലത്തിലാണ്. I wish I had that energy. ഇന്ന് വേണ്ട, കോഫി മാത്രം കുടിച്ചാൽ മതി, ഇങ്ങനെ ഇരിക്കും.